ഹലോ നമസ്കാരം. നമ്മളോട് മലവേപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് ആളുകൾ സംശയം ചോദിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പല പ്രാവശ്യവും ഒരുപാട് കർഷകർ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിനുള്ള നല്ലൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേര് ജയനല്ല, നിങ്ങളുടെ സ്ഥലം പ്രോപ്പർ ചേലക്കര. അപ്പോൾ നിങ്ങൾ എന്നോട് വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ടായി കുറച്ച് മലവേപ്പിൻ്റെ മരങ്ങൾ ഉണ്ട്, അത് വിൽക്കാൻ എങ്ങനെയാണെന്ന് നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഫോൺ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കോൺടാക്ട് നമ്പർ പെരുമ്പാവൂരുള്ള തന്നിട്ടുണ്ടായി, മില്ലുകാരുടെ തന്നിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് മലവേപ്പ് കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് വില കിട്ടിയേ? അത് 13,300 13,300 റുപ്യ ഒരു ടണ്ണിന് നിങ്ങൾക്ക് വില കിട്ടി. നിങ്ങൾക്ക് അതിൽ കൊണ്ടുപോയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇതിനകത്ത് വെർത്താണോ? നിങ്ങൾക്ക് ആ മരം എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? അല്ല, നല്ല റബ്ബറിനൊക്കെ അന്ന് 7 രൂപ 8 രൂപ ടണ്ണിന് റേറ്റ് ഉള്ളൂ. ആ സമയത്താണ് അത് ഇങ്ങനെ ഈ വില കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ മലവേപ്പിൻ്റെ തൈ കൊടുക്കുന്നുണ്ട്. പലർക്കും ഒരു ആശങ്കയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ വില കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ ഇത് വിറ്റ ഒരാളാണ്. കാരണം വളരെ ചുരുക്കം ആൾക്കാരെ ഇത് വിറ്റ ആളുകളുള്ളൂ, അതിനകത്തൊരാളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ചെയ്യുന്നത് എത്രത്തോളം കർഷകർക്ക് ഉപകാരപ്പെടും? പ്രോഫിറ്റബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലേ ഞാൻ 2 ഏക്കറിൽ ഞാൻ വെക്കണത്. നിങ്ങളിപ്പോൾ അത് വിറ്റിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പുതിയ 2 ഏക്കറിലേക്ക് ഇപ്പം തൈ വാങ്ങിയിട്ട് വെക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു എന്തായാലും മോശമല്ലാതെ ഒരു വില കിട്ടുമെന്നുള്ള. അല്ല, ഇതിന്റെ ഡിമാൻഡ് കുറയില്ല എന്നാണ് അവിടെ മില്ലുകാർ നമ്മുടെ പറഞ്ഞത്. മില്ലുകാർ എക്സ്പോർട്ട് ക്വാളിറ്റി പ്ലൈവുഡ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അപ്പം കൂടുതൽ ഡിമാൻഡ് ഇനിയും അങ്ങോട്ടേക്ക് കൂടാനാണ് സാധ്യത അവർ പറഞ്ഞത്. നിങ്ങൾ തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയത്? ഞാൻ പണിക്കാരെ വെച്ച് മുറിച്ച്. അപ്പൊ നിങ്ങൾ കച്ചവടക്കാരോട് ചോദിച്ചിട്ടില്ല? അല്ല, അവര് നിസ്സാരം വില പറഞ്ഞത്. നിസ്സാര വില പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മെസ്സേജാണ്. കാരണം കർഷകർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സാധനം മുറിച്ചിട്ട് മില്ലിൽ എത്തിക്കുകയാണെങ്കിൽ പരമാവധി വില കിട്ടും. കിട്ടും. ഈ ഇടനിലക്കാരായിട്ട് ചില ആളുകൾ ചൂഷണം ചെയ്യുന്ന പ്രശ്നം ഉണ്ടല്ലോ, അത് ഒഴിവായി കിട്ടും. അതാണ് മാക്സിമം ലാഭം എടുക്കണം. ഈ കർഷകർക്കൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കെയർ ഓഫിൽ തന്നെ 3 കൂട്ടുകാർ വെക്കുന്നുണ്ട്. നിങ്ങൾ ഞാനത് നിങ്ങൾക്ക് എത്ര വിലയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു 3 ഫ്രണ്ട്സ് വെക്കുന്നുണ്ട്. ഒക്കെ ഒരു 800 തൈ വെച്ചിട്ട് മേടിച്ച ഭൂമിയാണ്. അപ്പൊ അതിലത്തെ മരം ഞാൻ മുറിച്ച് വിറ്റതാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും അറിയില്ല ഈ മരത്തിന് ഇങ്ങനെ വാല്യൂ ഉണ്ടോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക്? ഇല്ല, ഞാൻ ഈ ഗ്രൂപ്പുള്ളതുകൊണ്ട് ആണ് ഇത് സംഭവം ഞാൻ അറിഞ്ഞത്. ഞാൻ അല്ലെങ്കിൽ 2-3 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. അതല്ലേ? അപ്പൊ നമ്മളെ ഗ്രൂപ്പിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ കർഷകർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങൾ കിട്ടില്ല. കാരണം പലരും ഈ ചൂഷണം ചെയ്യപ്പെടുന്ന ഇതിനെ പറ്റിയുള്ള അറിവില്ലാണ്ടിരിക്കുമ്പോൾ ഇതിനെന്ത് വില കിട്ടും അതൊന്നും അറിയാതിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിപ്പം വെക്കുന്ന സ്ഥലം എവിടെയാണ്? കൊണ്ടായില്ലേ? ഇത് തൃശ്ശൂർ ജില്ലയിലെ വരുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടായിൽ 2 ഏക്കർ മലവേപ്പ് പുതുതായിട്ട് പ്ലാന്റേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. കാരണം ഈ വീഡിയോ കർഷകർക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി മലവേപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട നല്ല വീഡിയോയുമായി നമ്മുടെ ചാനലിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.